ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത നല്ലൊരു പച്ചടിയാണിത്. മധുരമുള്ള പച്ചടിയാണ്. നല്ല ടേസ്റ്റോടുകൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ കുറച്ച് ഭാഗമാണ് എടുക്കണുള്ളൂ. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം മുറിച്ച് മാറ്റുന്നുണ്ട്, അതെടുക്കണില്ല. ഇനി പൈനാപ്പിൾ ഇതേപോലെ ചെറുതായി കനം കുറച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറുതായി അരിഞ്ഞ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞ പൈനാപ്പിൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 ഗ്ലാസ് പൈനാപ്പിൾ അരിഞ്ഞതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വെല്ലത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഈ സമയം കൊണ്ട് 1/2 ഗ്ലാസ് പൈനാപ്പിൾ അരിഞ്ഞത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ച് വെച്ച പൈനാപ്പിൾ ഈ വേവിക്കാൻ വെച്ചിട്ടുള്ള പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/4 ഗ്ലാസ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ഇതിൽ കൂടെ ഇട്ട് കൊടുത്ത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇത്. ഈ സമയത്ത് തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി തിളപ്പിക്കാൻ പാടില്ല. ഇത് ചെറുതായി ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായി ചൂടായി വരും. ഇതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ഗ്ലാസ് നല്ല കട്ട തൈര് കട്ടകളെല്ലാം ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഇത് ഇളക്കി എടുക്കാം. തൈര് ചേർത്ത് ഇത് നന്നായി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലെ തിക്കായിട്ട് വേണം ഈ കറി ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള കടുക് താളിക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് മേത്തേക്ക് തെറിക്കാണ്ടിരിക്കാൻ ഒരു മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചത് കറിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പച്ചടിയാണിത്. സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത നല്ലൊരു പച്ചടിയാണ്. ഇതേപോലെ തിക്കായിട്ടുള്ള പച്ചടിയാണ്. ഇത് ഇലയിൽ വിളമ്പുമ്പോൾ ഒലിച്ചു പോവാതെ നല്ല തിക്കായിട്ടിരുന്നോളും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.